ഹായ് ഗായ്സ്, ഫൈസ് ആൻഡ് വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലിട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു കുക്കർ ഗ്യാസ്മ വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് കുറച്ച് മിൽമൻ്റെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലോട്ട് കുറച്ച് ഓയിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എടുത്തുന്നത്. അതിലോട്ട് ഇനി കുറച്ച് ഇഞ്ചി പേസ്റ്റാക്കി ഇട്ട് കൊടുക്കാം. ഇഞ്ചി പെട്ടെന്ന് അടി പിടിക്കും, അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലോട്ട് ആവശ്യമായിട്ടുള്ളത് ഗ്രാമ്പു, പട്ട, ഏലക്ക ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഒന്ന് കളർ മാറി വരുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള അരി ഞാൻ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു ബൗള് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി പെട്ടെന്നൊന്ന് തിളച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. വെള്ളമൊക്കെ ഇതാ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് അരിഞ്ഞ് വെച്ച മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് ഇട്ടിട്ടില്ല, കുറച്ച് ഇട്ടിട്ടുള്ളൂ. ഇനി അതിലോട്ട് ഗരം മസാലൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കഴുകി വൃത്തിയാക്കി വെച്ച അരി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് ഇനി ഒന്ന് അടച്ച് വെച്ചിട്ട് 3 വിസിൽ വരെ വേവിച്ചെടുക്കാം. അപ്പോൾ അതവിടെ കിടന്ന് സെറ്റ് ആവട്ടെ. ഇനി റൈസിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാൻ ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് കുറച്ച് മിൽമൻ്റെ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എണ്ണയൊക്കെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ച സവാള അതിലോട്ട് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ സവാളൊക്കെ ഇവിടെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് വേറെ പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി ഈ ചട്ടിയിൽ തന്നെ നമുക്ക് മുന്തിരി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതൊന്ന് ചൂടായ നല്ലപോലെ പൊന്തി വരും. പൊന്തി വന്നതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അതൊക്കെ റെഡി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ വെച്ച റൈസ് എന്തായെന്ന് നോക്കാം. തുറന്ന് നോക്കാം. കുക്കറിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാ റൈസൊക്കെ നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല. നല്ലപോലെ പാകത്തിനുള്ള വേവായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച സവാള, മുന്തിരിയും ചപ്പും ഒക്കെ ഒന്ന് അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഇനി ഇതൊന്ന് വേറെ പാത്രത്തിലോട്ട് മാറ്റിയിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ വേറെ പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ അടിയിലൊന്നും പിടിക്കാതെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക്. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.